ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ തനതായ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഉത്തര കൊറിയ. പാശ്ചാത്യ രാജ്യങ്ങളും അവരുടെ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്ന പതിവ് ശൈലികളിൽ നിന്നും വിഭിന്നമായി തങ്ങളുടെ രാജ്യത്തിന്റെ സുസ്ഥിരതയും ആഭ്യന്തര ഭദ്രതയും ഉറപ്പിക്കുന്നതിനായി ഉത്തര കൊറിയ പുതിയൊരു ചരിത്ര ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ലോകം മുഴുവൻ അസ്ഥിരമായ ജനാധിപത്യ ഭരണമാറ്റങ്ങൾക്കിടയിൽ ഉലയുമ്പോൾ ഉത്തര കൊറിയ തങ്ങളുടെ പാരമ്പര്യവും ദീർഘവീക്ഷണവും മുറുകെ പിടിച്ച് വ്യക്തി രക്തബന്ധത്തിന്റെ തുടർച്ച ഉറപ്പാക്കുന്നു. സുപ്രീം നേതാവ് കിം ജോങ് ഉന്നിന്റെ മകൾ കിം ജു എയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം വെറും ഒരു കുടുംബവാഴ്ചയല്ല, മറിച്ചൊരു രാജ്യത്തിന്റെ സുരക്ഷയുടെയും അതിജീവനത്തിന്റെയും പ്രഖ്യാപനമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. 1948 മഹാനായ നേതാവ് കിം ഇൽ സുങ് അടിത്തറയിട്ട ഉത്തര കൊറിയൻ രാഷ്ട്രം കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ നിലനിൽക്കുന്നു. ഈ അതിജീവനത്തിന്റെ പിന്നിലെ പ്രധാന ചാലകശക്തി കിം കുടുംബത്തിന്റെ ദൃഢമായ നേതൃത്വമാണ്. കിം ഇൽ സുങ്ങിൽ നിന്ന് കിം ജോങ് ഇല്ലിലേക്കും അവിടെ നിന്ന് കിം ജോങ് ഉന്നിലേക്കും അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ ഓരോ തലമുറയും രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന കാഴ്ചയാണ് നാം കണ്ടത്. കിം ജോങ് ഉന്നിനു ശേഷം ആരെന്ന ചോദ്യത്തിന് കിം ജു എ എന്ന കൗമാരക്കാരിയിലൂടെ ഉത്തരം നൽകുന്നതിലൂടെ വരും പതിറ്റാണ്ടുകളിലും രാജ്യം സുരക്ഷിതമായ കൈകളിലായിരിക്കുമെന്ന ശക്തമായ സന്ദേശമാണ് ഉത്തര കൊറിയ ലോകത്തിന് നൽകുന്നത്. സമീപകാലത്ത് ഉത്തര കൊറിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ചിത്രങ്ങൾ കിം ജു എയുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. സൈനിക പരേഡുകളിലും മിസൈൽ പരീക്ഷണ കേന്ദ്രങ്ങളിലും കിം ജോങ് ഉന്നിനൊപ്പം മകൾ പ്രത്യക്ഷപ്പെടുന്നത് കേവലം വൈകാരികമായ ഒരു കുടുംബ സന്ദർശനമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായ പ്രതിരോധ മേഖലയും ആണവ നയങ്ങളെയും അടുത്ത തലമുറയ്ക്ക് നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പരിശീലന പ്രക്രിയയാണിത്. കിം ജോങ് ഉന്നിന് തന്റെ പിതാവിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ സമയം തന്റെ പിൻഗാമിക്ക് ഭരണകാര്യങ്ങൾ പഠിക്കാൻ ലഭിക്കുന്നു എന്നത് ഭരണകൂടത്തിന്റെ പക്വതയാർന്ന തീരുമാനമാണ്.